ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് തീരുന്നതോടെ എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങും. രാജ്യം എങ്ങോട്ടാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സർവേ നടത്തി കാത്തിരിക്കുന്ന ഏജൻസികൾക്ക് ഇതിനോടകം തന്നെ ജനവിധിയുടെ സ്പന്ദനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനു മുന്നിൽ ഈ കണക്കുകൾ എത്തിയിട്ടുണ്ടാകാം. അതിന്റെ അടിസ്ഥാനത്തിലാകാം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളുടെ തോത് വർദ്ധിച്ചതും ഇന്ത്യ സഖ്യത്തിന് അപ്രതീക്ഷിതമായൊരു ആത്മവിശ്വാസം വന്നു ചേർന്നതും. എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുൻപ് മുൻകാല സർവേകളിലേക്ക് ഒന്ന് നോക്കാം. 2019 എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മോദി തരംഗം അടിവരയിട്ടിരുന്നു. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ന്യൂസ് 24, ടുഡേ ചാണക്യ എക്സിറ്റ് പോളുകളാണ് യഥാർത്ഥ ഫലത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നത്. 339 മുതൽ 365 വരെ സീറ്റ് NDA നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ, ആക്സിസ് ഇന്ത്യ പ്രവചനം. UPA 77-നും 108-നും ഇടയിൽ ഒതുങ്ങുമെന്നും ഇവർ പ്രവചിച്ചിരുന്നു. രാജ്യത്ത് ശക്തമായ മോദി തരംഗം നിലനിൽക്കുന്നതായും ഇവർ പറഞ്ഞിരുന്നു. ന്യൂസ് 24, ടുഡേസ് ചാണക്യ സർവേ NDAക്ക് പ്രവചിച്ചിരുന്നത് 350 സീറ്റായിരുന്നു. BJPക്ക് മാത്രം 300. UPA 95 സീറ്റ് നേടുമെന്നും കോൺഗ്രസ് 55 സീറ്റിൽ ഒതുങ്ങുമെന്നും ചാണക്യ പ്രവചിച്ചു. ഫലം വന്നപ്പോൾ 353 സീറ്റാണ് NDA സഖ്യം നേടിയത്. UPA 91 സീറ്റിൽ ഒതുങ്ങി. BJPക്ക് മാത്രം 303 സീറ്റും കോൺഗ്രസ് 52 സീറ്റും. സി വോട്ടർ NDAക്ക് 287-ഉം UPAക്ക് 128 സീറ്റും പ്രവചിച്ചു. ABP CSDS സർവേ NDAക്ക് പ്രവചിച്ചത് 277 സീറ്റായിരുന്നു. UPAക്ക് 230. ടൈംസ് നൗ VMR സർവേ പ്രകാരം NDAക്ക് 306, UPAക്ക് 132. ഇന്ത്യ TV CNX എക്സിറ്റ് പോൾ NDA സഖ്യത്തിന് 300 സീറ്റാണ് പ്രവചിച്ചിരുന്നത്. UPAക്ക് 120. എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തെറ്റിയ ചരിത്രവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. 2004 എല്ലാ എക്സിറ്റ് പോളുകളും NDA അധികാരം നിലനിർത്തും എന്നായിരുന്നു. എന്നാൽ പ്രവചനങ്ങൾ അസ്ഥാനത്തായി. UPA സഖ്യം അധികാരത്തിലെത്തി. NDTV AC നെൽസൺ സർവേ NDAക്ക് 230 മുതൽ 250 വരെ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. ഫലം വന്നപ്പോൾ കോൺഗ്രസ് 145 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. BJPക്ക് 138. 2009 എക്സിറ്റ് പോളുകൾ UPAയും NDAയും തമ്മിൽ കനത്ത മത്സരം എന്ന തരത്തിലായിരുന്നു. ഇന്ത്യ TV സി വോട്ടർ സർവേ UPAയ്ക്ക് 189 മുതൽ 201 സീറ്റ് വരെ പ്രവചിച്ചപ്പോൾ NDAയ്ക്ക് 183 മുതൽ 195 വരെ നൽകി. യഥാർത്ഥ ഫലം വീണ്ടും UPAയ്ക്ക് അനുകൂലമായി. 262 സീറ്റ് നേടി UPA അധികാരത്തിൽ തുടർന്നു. NDA 159 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസിന് മാത്രം 206 സീറ്റ്, BJP 116 ഒതുങ്ങി. 2014 എക്സിറ്റ് പോളുകൾ NDAക്ക് അനുകൂലമായിരുന്നു. CNN IBN ലോക്നീതി CSDS സർവേ 270-നും 282-നും ഇടയിലാണ് NDAക്ക് പ്രവചിച്ചത്. UPAക്ക് 92-നും 102-നും ഇടയിൽ സീറ്റ്. ചാണക്യ NDAക്ക് 340-ഉം UPAക്ക് 70-ഉം സീറ്റാണ് പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ NDAക്ക് 336 സീറ്റ്, BJPക്ക് മാത്രം 282. UPA 59 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസ് 44-ലേക്ക് കൂപ്പുകുത്തി. തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിപ്പിച്ച് പാർട്ടികൾ കൂട്ടിക്കിഴിക്കലുകളിലേക്ക് കടക്കാൻ പോകുന്നു. അവിടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. 2004 ആണോ 2019 ആണോ ആവർത്തിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണണം.